ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ FC ഗോവയെ നേരിടാൻ ഇറങ്ങുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിലവിലെ ISL പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായ മോഹൻ ബഗാനോട് ബ്ലാസ്റ്റേഴ്സ് 3-0 എന്ന സ്കോറിന് പരാജയപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് തിരിച്ചടിയായി. എന്നാൽ നാളത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ഏറെ നിർണായകമാണ്. കാരണം നിലവിലെ രണ്ടാം സ്ഥാനക്കാരായ FC ഗോവയെ നേരിടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ 3 സീസണിലും ബ്ലാസ്റ്റേഴ്സ് ISLൽ പ്ലേ ഓഫിൽ കളിച്ചിരുന്നു. എന്നാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പ്ലേ ഓഫിൽ പ്രവേശിക്കാനാകുമോ എന്നത് നാളത്തെ മത്സരത്തിലൂടെ വ്യക്തമാകും. കാരണം കഴിഞ്ഞ മുംബൈയുടെ മത്സരം സമനില ആയതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നത്. പക്ഷേ ഇനി ലഭിക്കുന്ന ഓരോ അവസരങ്ങളും മുഴുവനായി ബ്ലാസ്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ബാക്കി വരുന്ന എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ടതുണ്ട്. നാളത്തെ മത്സരം ഗോവയുടെ ഹോം ഗ്രൗണ്ടിൽ ആയതിനാൽ അവരെ തോൽപ്പിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ഗോവയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിക്കാനായിട്ടില്ല എന്നതും ആരാധകർക്ക് ആശങ്കയുടെ കാരണമാണ്. അതോടൊപ്പം ഈ സീസണിലെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുകൾ ഗോവയ്ക്കാണ് ഉള്ളതിനാൽ അവരുടെ പ്രതിരോധം തകർത്ത് ഗോൾ അടിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു വെല്ലുവിളിയാകും. എന്നിരുന്നാലും ജീസസ് ജിമിനസ് ലൂണ കോമ്പിനേഷൻ വഴി ഗോവയുടെ പ്രതിരോധം തകർക്കാൻ കഴിയുമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം കൈവരിക്കാനാകും. നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ട മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇന്ത്യൻ സെൻറ്റർ ബാക്കായ ഹോർമിഫാമിൻ്റെ അഭാവം. അദ്ദേഹം 4 യെല്ലോ കാർഡുകൾ മേടിച്ച് വിലക്കിന് വിധേയനായിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരെ കളത്തിലിറക്കും എന്നത് വലിയൊരു സംശയമാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. കാരണം സ്ക്വാഡിലെ ഒരേ ഒരു ഇന്ത്യൻ ഡിഫൻഡറായ വികാസ് യൂനം പരിക്കിലുമാണ്. ഫോറിൻ ഡിഫൻഡറെ കളത്തിൽ ഇറക്കുകയാണെങ്കിൽ മുന്നേറ്റത്തിൽ നിന്ന് ഒരു വിദേശ താരത്തെ കുറയ്ക്കേണ്ടി വരും. എന്തായാലും നാളത്തെ മത്സരത്തിൽ ആദ്യ ഗോൾ അടിക്കുന്നവർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് പറയാം. നോഹ ഇല്ലാത്തതിനാൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ വഴങ്ങിയാൽ ഗോവ പോലൊരു ടീമിനെതിരെ തിരിച്ചു വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പ്രതീക്ഷകൾ നിലനിൽക്കുമോ എന്നറിയാനും സാധിക്കും. കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടക്കുമോ എന്നത്.